നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങളിതാ അന്തിമ യുദ്ധത്തിനിറങ്ങാൻ പോകുന്നു എന്നാണ്. യുദ്ധം ആരംഭിച്ച് 5 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഇറാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. ഇറാനെ കൊണ്ട് അനുസരിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ഇന്ന് രാത്രി സർവ്വതും നശിക്കും എന്നാണ് ഇന്നലെ ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഞങ്ങൾക്കത് ചെയ്യാൻ ഇഷ്ടമില്ല, പക്ഷെ അത് ചെയ്തേ പറ്റൂ എന്ന നിലവിലാണ്. ഇന്ന് രാത്രി കൊണ്ടൊരു സംസ്കാരം ഇതാ നശിക്കാൻ പോവുകയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. തീർച്ചയായും വലിയ ആകാംക്ഷയുണ്ടായി. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനോട് അടുത്ത് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞതോടുകൂടി ഗൾഫ് രാജ്യങ്ങളിൽ നിതാന്ത ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 48 മണിക്കൂറിൽ പൗരന്മാരാരും പുറത്തിറങ്ങരുത് എന്നാണ് ഗൾഫ് രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് കൊടുത്ത നിർദ്ദേശം. അതോടൊപ്പം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു വലിയ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. 48 മണിക്കൂർ നിർണായകമാണ്, ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്, ഇന്ത്യയുടെ എംബസി പറയുന്ന മാർഗങ്ങളിലൂടെ അല്ലാതെ പുറത്തേക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇറാനിലെ പൗരന്മാർക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ഭയാനകമായ എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് എല്ലാവർക്കും ഏതാണ്ട് വ്യക്തമായിരുന്നു. ആണവ ആക്രമണം ഉൾപ്പെടെയുള്ളവ നടക്കുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അമേരിക്കയെയും ഇറാനെയും ഒക്കെ സമീപിച്ച് ഈ പ്രതിസന്ധി, ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കണം എന്ന ചർച്ചകളൊക്കെ ഉണ്ടായി. എന്തായാലും സർവ്വതും നശിക്കും എന്ന് പറഞ്ഞ രാത്രിയിൽ ഒന്നും ഉണ്ടായില്ല. പിറ്റേന്ന് നമ്മൾ കേട്ടത് ഒരല്പം ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അതായത് അമേരിക്ക അടുത്ത 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാനിൽ. ഇറാൻ പറഞ്ഞ 10 ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇറാൻ്റെ 10 ആവശ്യങ്ങൾ അത് നോക്കാം, പരിഗണിക്കാം, അത് ഞങ്ങൾ അംഗീകരിക്കാൻ നോക്കാം എന്ന് അമേരിക്ക പറയുന്നു. അതോടുകൂടി പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമമാകുന്നു. എന്തായാലും ഇതിനു മുമ്പ് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചതാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അതിനനുവദിച്ചില്ല, ഇസ്രായേലും അതിനനുവദിച്ചില്ല. എന്നാൽ ഗൾഫ് രാജ്യങ്ങളോടും ഇസ്രായേലിനോടും സംസാരിച്ചതിന് ശേഷം അമേരിക്ക ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ, സമ്പൂർണ്ണമായ ഒരു 2 സൈഡ് വെടിനിർത്തലിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി അവിടെ യുദ്ധം താൽക്കാലികമായി അവസാനിക്കുന്നു. ഇറാൻ വലിയ ആഹ്ലാദത്തിലാണ്. ഇറാനിൽ പലയിടത്തും ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. സർക്കാർ ഏജൻസികൾ ആഹ്ലാദങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും മറ്റും പോസ്റ്റ് ചെയ്തു. ഇറാൻ്റെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം പോസ്റ്റ് ചെയ്ത ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് പോസ്റ്റ് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇറാൻ രാജാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ട്രംപിൻ്റെ AI ജനറേറ്റഡ് ചിത്രമാണ് ഇറാൻ്റെ ഇന്ത്യയിലെ എംബസി പ്രസിദ്ധീകരിച്ചത്. എന്ന് പറഞ്ഞാൽ വലിയ വിജയാഘോഷമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. കാരണം ലോകത്തിലെ നമ്പർ 1 സൈനിക ശക്തി എന്ന് പറയുന്ന അമേരിക്ക ഞങ്ങളെ തോൽപ്പിക്കാനായി ഞങ്ങളോട് ഏറ്റുമുട്ടി. 5 ആഴ്ച പിന്നിട്ടിട്ടും ഇറാനെ തളർത്താൻ അവർക്ക് സാധിച്ചില്ല. ഇറാൻ വലിയ രീതിയിൽ വർദ്ധിത വീര്യത്തോടു കൂടി പോരാടി. ഇപ്പോൾ ഇതാ അവർ പിന്നോട്ട് പോയിരിക്കുന്നു. ഇറാനിൽ ഭരണകൂടത്തെ മാറ്റിമറിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അമേരിക്ക വന്നത്. അത് നടന്നില്ല. പക്ഷേ അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ ഏതാണ്ട് പൂർത്തിയായി എന്നാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇറാൻ്റെ 10 ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇറാന് നഷ്ടപരിഹാരം നൽകണം, ഇറാന് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം നൽകണം, ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കും, പക്ഷേ ഹോർമൂസിൻ്റെ അധികാരം ഞങ്ങൾക്കാണ് എന്നത് അംഗീകരിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള നിർണായകമായ കണ്ടീഷൻസാണ് ഇറാൻ വച്ചത്. അതെല്ലാം അമേരിക്ക അംഗീകരിച്ചു കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. ഇറാൻ വലിയ വിജയാഘോഷം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണെന്നവർ കണ്ടേക്കാം. പക്ഷേ അമേരിക്ക ഇതിനോടൊന്നും ചെവി കൊടുക്കുന്നില്ല. അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ സൈനികമായ ലക്ഷ്യം അത് ഞങ്ങൾ നേടിയിരിക്കുന്നു, ഇനി യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നാണ്. കാരണം അമേരിക്ക ഇറാനെ വലിയ രീതിയിൽ ആക്രമിച്ചിരിക്കുന്നു. ഇറാൻ്റെ ശേഷി മുഴുവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഇറാന് ഇനി അവിടെ നിന്നും കരകയറി വരണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും. ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും തകർത്ത് കളഞ്ഞിട്ടാണ് അമേരിക്ക അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്തിമ വിജയം അവരുടേതാണ് എന്ന് അമേരിക്കയും വിശ്വസിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ മീഡിയേഷനിലൂടെയാണ് സമാധാനം കൈവന്നത് എന്നാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ ഇവിടെ ഒരു വ്യാജ മീഡിയേറ്ററായി മാറുകയായിരുന്നു. അമേരിക്ക പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് കരുനീക്കങ്ങൾ അവിടെ നടത്തി. എന്തായാലും അമേരിക്ക ഞങ്ങൾ തമ്മിലുള്ള ചർച്ചകളിലൂടെ അല്ലെങ്കിൽ പാകിസ്ഥാന് നന്ദി പറയുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിക്കുമൊക്കെ നന്ദി പറയുന്നുണ്ട് ഇങ്ങനെയൊരു പീസ് പ്രോസസ്സ്, അങ്ങനെ സമാധാന ശ്രമം നടത്തിയതിന്. എന്തായാലും പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ അവിടെ പ്രശ്നങ്ങൾ തീരുന്നു, ഞങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ നേടിയതിനാൽ ഞങ്ങളവിടെ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കാനാണ് അമേരിക്കയും ശ്രമിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി അത് തൽക്കാലത്തേക്ക് അവസാനിച്ചു. ആ രാജ്യത്തിന് ഇനി ഒന്ന് കരകയറണമെങ്കിൽ ദശാബ്ദങ്ങൾ വേണ്ടിവരും എന്നതിൽ യാതൊരു സംശയവുമില്ല.
പക്ഷേ വിജയം അത് രണ്ടുപേരും ആഘോഷിക്കുകയുമാണ്. ഇതാണ് ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ പര്യവസാനം. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, എപ്പോൾ വേണമെങ്കിലും സാഹചര്യം മാറിമറിയാം, അതുകൊണ്ട് തന്നെ കിട്ടുന്ന സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെടണം എന്നാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യ നൽകിയിരിക്കുന്ന നിർദ്ദേശവും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.